മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനു. മനുഷ്യ, എന്റെ കൈകളിൽ തിളച്ച ചായ നിങ്ങളുടെ തലവഴി ഒഴിക്കും ഞാൻ. അല്ലേ പിന്നെ സന്തോഷം തന്നെയാ. എന്റെ മോൾ അമ്മയാവുന്ന എനിക്ക് സന്തോഷം തന്നെയാ. നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. ഏതായാലും അശോക് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അവൾ ഇനി ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ. ഈ സമയത്ത് പെൺകുട്ടികൾക്ക് അവരുടെ അമ്മ കൂടെയുള്ളതായിരിക്കും സന്തോഷം. അത് നീ പറഞ്ഞ ശരിയാ. പക്ഷെ ഇവിടെ നീ അവൾക്ക് അമ്മയല്ല, അമ്മായി മാത്രമല്ലേ? ആര് പറഞ്ഞു? ഞാൻ തന്നെയാ അവൾക്ക് അമ്മ. പിന്നെ അവളെ ശകാരിച്ചും കുറ്റപ്പെടുത്തിയൊക്കെ അവൾ ഇന്നും നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയാ. ആരും അവൾ കാരണം എൻ്റെ ദത്തനെയും അവൻ്റെ സീതയെ കുറ്റപ്പെടുത്താതിരിക്കാൻ. ഇന്ന് വരെ അങ്ങനെ ഒരു പഴി അവൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറ. എല്ലാം നിങ്ങളോട് പറയുന്നവളല്ലേ അവള്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നീ പറഞ്ഞത് സത്യം തന്നെയാ ദുർഗേ. ഏതായാലും നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അതേ വെച്ചാ വേഗം പോയി ചേച്ചിയും കൂടെ കൂട്ടിക്കൊണ്ടുപോവാ. ചേച്ചി പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെയും കൂടി കൊണ്ടുവരണം നമുക്ക്. അതൊക്കെ സമയാവട്ടെ എൻ്റെ ശങ്കരൻകുട്ടി. ആദ്യം നല്ല ഭക്ഷണം കൊടുത്ത് ചേച്ചി നല്ല ഉഷാറാക്കി എടുക്കണം നമുക്ക്. സത്യനൊരു ചിരിയോടെ പറഞ്ഞവനെ നോക്കി. ഇരു വീട്ടിലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പൂവിട്ട് തുടങ്ങിയിരുന്നു. മുറിയിലെത്തിയ നിധി സെറ്റിൽ അശോക് അഴിച്ചിട്ട് അവന്റെ ഷർട്ട് കയ്യിലേക്ക് എടുത്തു. അതിൽ തങ്ങി നിൽക്കുന്ന അവന്റെ ഗന്ധം നാസികയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ച അശോക് കൂടെയുള്ള പോലെ ഒരു നിമിഷം തോന്നിപ്പോയി. അവന്റെ ആ ഗന്ധം അവളുടെ ചൊടിയിൽ വല്ലാത്തൊരു പുൻസിരി തീർത്തിരുന്നു. ആ ഷർട്ട് തന്നെ നെഞ്ചോട് ചേർത്ത് ഒരു സൈഡിൽ മാറ്റിവെച്ചിരിക്കുന്ന അശോക് ചിത്രം വരക്കാറുള്ള ബോർഡിലേക്ക് നോക്കി. അതിൽ കാണുന്ന അശോകിന്റെ തോളോട് ചാരി നിൽക്കുന്ന തങ്ങളുടെ ആ ചിത്രത്തിലേക്ക് നോക്കി അവൾ. അശോക്, നീ ഇപ്പം എന്നെ ഓർക്കുന്നുണ്ട് അശോക്? അറിയാൻ അല്പം വൈകിപ്പോയി അശോക്. ദേ, ഇന്ന് നിന്റെ കുഞ്ഞിന്റെ ഉദരത്തിൽ മുട്ടിട്ട് തുടങ്ങി അശോക്. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ പ്രണയത്തിന്റെ പ്രതീകം. അവനോടെന്ന പോലെ ആ ചിത്രത്തിലേക്ക് നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏറെ നേരം ആ ചിത്രത്തിൽ നോക്കി ഓരോന്ന് പുലമ്പിയവൾ. അപ്പോഴും അവന്റെ ഷർട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചു. രാത്രിയുടെ യാമങ്ങളിൽ അവന്റെ ഷർട്ട് ഇറുകെ പുണർന്ന് ആ ഗന്ധം ആസ്വദിച്ചു കിടന്നു അവൾ. നിദ്രാദേവി തഴുകാനേറെ വൈകിയെങ്കിലും അവന്റെ ഓർമ്മകളിൽ അവൻ തന്നിൽ ഒരു തലോടലോടെ കൂടെയുണ്ടെന്ന ആശ്വാസത്തോടെ കിടന്നു. രാവിലെ എങ്ങനെയൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം കഴിച്ചെടുത്തു അവൾ. ഭക്ഷണത്തോട് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. 2-3 ദിവസമായി ഈ അവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം അശോക് പോകുന്ന ടെൻഷൻ കൊണ്ടുകൂടെയാണെന്ന് മാത്രമാണ് കരുതിയത്. സരസ്വതി അരുന്ധതി അവളെ മാക്സിമം നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മതി മുത്തശ്ശി. അത് പറഞ്ഞാ പറ്റില്ല. നേരെ ചൊവ്വൊന്നും കഴിച്ചില്ല. ദാ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് അവിടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. സരസ്വതി ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന ദുർഗയെയും സത്യനെയും കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നീട് ഒരു ചിരിയോടെ അവരകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് കയറി വരും ദുർഗയെയും സത്യനെയും കണ്ട് നിധി സന്തോഷത്തോടെ ചേറിൽ നെണീറ്റ് അടുത്തേക്ക് ചെന്നു. അമ്മായി, മാമേ, മോളെ ശിവ വിളിച്ചുകൊണ്ട് അവളെ വാരിപ്പുണർന്നു ദുർഗ. അമ്മായി, എന്തൊന്നും വിളിച്ചു പറയാതെ? ഇത്രയും വലിയ സന്തോഷം ഉണ്ടാവുന്ന കാര്യം കേട്ട എങ്ങനെയാ എന്റെ മോളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നേ? അമ്മായി, ഒന്നും പറയണ്ട. ദേ, ഞാനും സത്യന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ദുർഗ നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുമ്പോൾ അത് കേട്ട അരുന്ധതിയുടെയും സരസ്വതിയുടെയും മുഖം പാടെ മങ്ങി. അതൊക്കെ നമുക്ക് സംസാരിക്കാം. വന്ന പാടെ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങോട്ട് ഇരിക്കേ. അരുന്ധതി മുഖത്ത് വരുത്തി തീർത്ത ചിരിയോടെ പറഞ്ഞവരോട്, വരൂ ഇങ്ങോട്ട് ഇരിക്കും. സരസ്വതിയും ബഹുമാനത്തോടെ തന്നെ പറഞ്ഞവരെ നോക്കി. അല്പനേരം അശോകിന്റെ വിവരങ്ങളെല്ലാം ചോദിച്ച് ഓരോന്ന് സംസാരിച്ചിരുന്നു. അല്ല, രാജവർമ്മ സാർ ഇവിടെ അല്ലേ? ഇല്ല, രാവിലെ പോയതാ. ഡൽഹിയിലൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഓ, അത് ശരി. ദേ വെള്ളം കുടിക്കേ. അവർ കുടിക്കാനുള്ള വെള്ളം കൊണ്ട് രേണുക ഒരു ചിരിയോടെ കൊണ്ടുവന്നു. അതേ പുഞ്ചിരി തിരികെ നൽകിക്കൊണ്ട് തന്നെ രേണുകയിൽ നിന്നത് വാങ്ങി. പിന്നെ ഞങ്ങൾ വന്ന് പറഞ്ഞല്ലോ മോളെ കൂട്ടിക്കൊണ്ടുപോകാനാ. ഏതായാലും അശോക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് വിവാഹം കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. പിള്ളേര് ശിവേച്ചി എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. മനസ്സിലാവും ദുർഗെ, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ അശോക് ഇവിടെ ഇല്ലെങ്കിലും ഇന്ന് ഇവിടുത്തെ പൂർണ്ണ അവകാശം ഇവള് തന്നെയാണ്. കൈലാസത്തിലൊരു മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഇവള് ഞങ്ങൾക്ക്. ഇവളൊരു അമ്മയാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴും ഇരട്ടി മധുരം കിട്ടുന്ന അനുഭൂതിയാണ് ഞങ്ങൾക്ക്. പറയുന്നത് സ്വാർത്ഥതയാണെന്ന് തോന്നരുത്. കുറച്ചു ദിവസം കൂടെ ഇവളോട് നിൽക്കട്ടെ. അരുന്ധതിയുടെ വാക്കുകൾ കേൾക്കെ ദുർഗയ്ക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. മങ്ങിയ മുഖത്തോടെ തന്നെ നിധിയുടെ മുഖത്തേക്ക് നോക്കി ദുർഗ. ഇരുവരും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. എങ്കിലും ഇപ്പോൾ എന്തു പറയണമെന്നറിയാതെ ദുർഗയെയും സത്യനെയും നോക്കി പോയി അവൾ. വിഷമിക്കേണ്ട ദുർഗെ, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ തന്നെ ഇവളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവിടാം. അതേ ദുർഗെ, അമ്മ പറഞ്ഞ പോലെ കുറച്ചു ദിവസം കൂടെ ഇവിടെ ഞങ്ങളൊപ്പം നിൽക്കട്ടെ. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞാൽ ചെക്കപ്പിന് പോകണം. അത് കഴിഞ്ഞാൽ കുറച്ചു ദിവസം അവൾ അങ്ങോട്ട് വിടാം. സരസ്വതിയും പറയുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയാതെ നോക്കിപ്പോയി ദുർഗ. എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. വാടിയ മുഖത്തോടെ അങ്ങനെ ഒരു മറുപടി നൽകി ദുർഗ. ദുർഗയുടെ വിഷമം മാറ്റാനെന്നോണം നിധി ദുർഗയുടെ കൂടെ ഏറെ നേരെ ഇരുന്ന് ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവളുടെ സംസാരം കേൾക്കെ മനസ്സിലെ പരിഭവവും വിഷമവും എല്ലാം പതിയെ അലിഞ്ഞില്ലാതാവുന്നുണ്ടായിരുന്നു. അതെ, എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ? മക്കൾ വരും മുമ്പ് തിരിച്ചെത്തണം. സത്യം പറയുന്ന കേട്ട് നിധിയുടെ അടുത്തുനിന്ന് പോകുന്ന വിഷമത്തോടെ നോക്കി ദുർഗ അവളെ. ഞാൻ പെട്ടെന്ന് വരും അമ്മായി. ഏതായാലും മുത്തശ്ശിയുടെ കൂടെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കുക? 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം.
എന്നിട്ടേ എൻ്റെ അശോക് തിരികെ വരുന്നവരെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ദുർഗയെ ഇറുകെ പിടിച്ച് പറയുമ്പോൾ ദുർഗയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കൈലാസത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു നിധി. മോൾക്ക് കൂടെ പോകാത്തിൽ വിഷമമുണ്ടോ? ഏയ് ഇല്ല മുത്തശ്ശി, ഏതായാലും ഇവിടെ കുറച്ച് ദിവസം കൂടെ നിന്ന് പിന്നെ പോവാലോ. നിന്നെ വിടാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ പോയാൽ പിന്നെ ഇവിടെ ഒരു ശൂന്യ. എൻ്റെ അശോകിൻ്റെ നിധി പോലെ ഈ കൈലാസത്തിലെ നിധി തന്നെയാ നീ. ഒരു ചിരിയോടെ പറയുമ്പോൾ നിധിയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം തന്നെ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോകാൻ തുടങ്ങി. അശോകിന്റെ ഓർമ്മകളിലും അവന്റെ കൈകളാൽ വരച്ച ചിത്രങ്ങളിലൂടെയും ഓരോ ദിവസവും തള്ളി നീക്കിയവൾ. കാത്തിരിപ്പിന് എത്രമേൽ വേദനയും കയ്പും മധുരമുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ. സാന്ത്വനത്തിലേക്ക് എല്ലാ ദിവസവും വിളിച്ച അശോകിന്റെ വിവരങ്ങൾ തിരക്കുമെങ്കിലും അവന്റെ ഒരു ശബ്ദം കേൾക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മുത്തശ്ശിയോടും ശ്രീവിദ്യ, ശ്രീറാം, വരണിക, നന്ദ അവരോടൊപ്പൊക്കെ ഒരേ സമയം ചെലവഴിക്കും. ഇടയ്ക്കെല്ലാം നളിനിയമ്മയുടെയും ഭാസ്കരച്ചന്റെയും നീലുവിന്റെയും അടുത്തേക്ക് പോകും. അതിനോട് സരസ്വതിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മുത്തശ്ശി തന്നെയാണ് സമ്മതം നൽകാറ്. നിധി അമ്മയാവാൻ പോകുന്നു എന്നതിൽ നീലുവിന് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു. അവൾക്ക് വേണ്ടി പച്ചമാങ്ങയും മറ്റുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കും. നളിനി അവൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി അവളെ കാത്തിരിക്കും. എല്ലാവരുടെയും സ്നേഹത്തിന് മുമ്പിൽ അവൾ വളരെ ഭാഗ്യവതിയാണെന്ന് തന്നെയാണ് തോന്നിയത്. അശോക് കൂടെയിൽ നിന്നൊഴികെ മറ്റൊരു വിഷമം അവൾ അലട്ടിയിരുന്നില്ല. ജഗിൽ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് വന്നതാണ് മാലിനി. സരസ്വതി തിരക്കിട്ട പണിയെടുക്കുന്ന കണ്ട് സംശയത്തോടെ നോക്കി. നിധിക്ക് കഴിക്കാനുള്ള വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു സരസ്വതി. അത് കണ്ടതും ഒരു പുച്ഛത്തോടെ തിരിഞ്ഞ് വെള്ളമെടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് എന്തോ മനസ്സിൽ ഗൂഢമായി ചിന്തിച്ചത് മാലിനി. വേഗം സരസ്വതി കാണാതെ അടുക്കളയിൽ നിന്ന് ധൃതിയോടെ മുറിയിലേക്ക് ഓടി. ഷെൽഫ് തുറന്ന് 4 ദിവസം മുമ്പ് പുറത്തുപോയപ്പോൾ നീരവിനോട് പറഞ്ഞ് വാങ്ങിച്ചെടുത്തു. നിധിയുടെ ഗർഭാലസിപ്പിക്കാനുള്ള മരുന്ന് കയ്യിലേക്ക് എടുത്തു. അതിലേക്ക് നോക്കി അല്പനേരം മനസ്സിൽ ഓരോന്നും ചിന്തിച്ച് കുടിലതയോടെ നോക്കി പുഞ്ചിരിച്ചു. എന്റെ മോനെയും പടിയിറക്കിയോടെ രാജ്ഞിയായിട്ട് വാഴാന്ന് കരുതിയോ നീ? ദേ ഇത് നിന്റെ അകത്ത് ചെല്ലേണ്ട താമസം. ഉള്ളിക്കിടക്കുന്ന ആ വിത്ത് ഭും. ഒരു ചിരിയോടെ സ്വയം പറഞ്ഞ് അത് കയ്യിൽ മറച്ചു പിടിച്ച് താഴേക്ക് നടന്നു മാലിനി. സാരിക്കിടയിൽ ഇടുപ്പിൽ പതിയെ ആ മരുന്ന് ഒളിപ്പിച്ചു വെച്ചു. ശേഷം സരസ്വതിയുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ സരസ്വതി ഉണ്ടാക്കുന്നേ? ഓ, മരുമകൾക്ക് വേണ്ടി ആവുമല്ലേ? അല്ല സരസ്വതി, ശരിക്കും അവള് ഗർഭിണിയാണോ? അതോ നിങ്ങളുടെയൊക്കെ അനുകമ്പ പിടിച്ചു പറ്റാൻ വല്ല കള്ളവും പറഞ്ഞാണോ? ഇനി പാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ എന്നാലും അത് അശോകിന്റെ. മാലിനി വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട. ബാക്കി പറഞ്ഞു മുഴുവനാക്കും മുമ്പേ സരസ്വതി കൈ ഉയർത്തി മറുപടി നൽകി. ഓ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഈ പാൽപാത്രം എടുക്കാൻ വന്ന അല്ലാതെ. മുഖം കർപ്പിച്ച് മനഃപൂർവ്വം അടുത്തുനിന്ന് പാൽപാത്രം ആഞ്ഞു വീശിക്കൊണ്ടെടുത്തു. എന്താ മാലിനി കാണിച്ചേ? ദേഷ്യത്തോടെ മാലിനി നോക്കി സരസ്വതി. അയ്യോ സോറി സരസ്വതി, പാലെല്ലാം ദേഹത്തായല്ലോ. സോറി, അറിയാതെ പെട്ടെന്ന് എടുത്തപ്പോ. നീ ചെന്നീ ഡ്രസ്സ് മാറിയ സരസ്വതി. കഷ്ടമായി പോയല്ലോ. മുഖം ചുളിച്ച് വിഷമഭാവത്തിൽ പറഞ്ഞു മാലിനി. മാലിനിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സാലഡ് പാത്രം അടച്ചു വെച്ച് സരസ്വതി മുറിയിലേക്ക് പോയി. ദേഹത്തൊന്നാകെ പാട് വീണിട്ടുണ്ട്. അവർ പോയതും ഒരു കൂട്ടമായ പുഞ്ചിരി വീണു മാലിനിയുടെ ചുണ്ടിൽ. സരസ്വതി പോയതും വേഗെടുപ്പിൽ മറച്ചു വെച്ച മരുന്നെടുത്ത് അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ശേഷം ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അടച്ചു വെച്ച സാലഡ് തുറന്ന് അതിലേക്ക് ആ മരുന്നൊഴിച്ചു. ശേഷം അതൊന്നാകെ കൂട്ടിയിളക്കി യോജിപ്പിച്ച് പഴയതുപോലെ അടച്ചു വെച്ചു. മരുന്ന് ബോട്ട് ഇടുപ്പിൽ തന്നെ വെച്ച് വേഗം അടുക്കളയിൽ നിന്ന് വെള്ളമെടുത്ത് മുറിയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു മാലിനി. അല്പം മാറി നിന്ന് കാര്യങ്ങളെല്ലാം വീക്ഷിക്കാൻ പാത്തിന് നിന്നു മാലിനി. കുറച്ചു സമയം കഴിഞ്ഞതും ഡ്രസ്സ് മാറ്റി അങ്ങോട്ട് വരുന്ന സരസ്വതിയെ കണ്ട് മാലിനി പുഞ്ചിരിയോടെ നോക്കി നിന്നു. അടുക്കളയിലേക്ക് ചെന്ന സരസ്വതി അടച്ചുവെച്ച പാത്രമെടുത്ത് നിധിയുടെ മുറിയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. ഇതെല്ലാം ഒരു ചിരിയോടെ അതിലുപരി താൻ മനസ്സിൽ കണ്ട് സംഭവിക്കാൻ പോകുന്നോർത്ത് പുഞ്ചിരിച്ചു അവർ. മുറിയിലേക്ക് കയറിയപ്പോഴേ കണ്ടു അശോക് വരച്ച ചിത്രം കയ്യിൽ പിടിച്ച് നിൽക്കുന്നവളെ. മോളെ, ആ കൊള്ള, ഏത് നേരം ഇത് തന്നെയാണ് ഈ ഇരിപ്പ്. ദേ അതവിടെ വെച്ചിട്ട് ഇത് കഴിച്ചേ. സരസ്വതിയെ നോക്കി ചെറുചിരിയോടെ ബെഡിൽ നിന്ന് എണീറ്റു നിധി. ദാ ഇത് കഴിക്ക്, ഞാൻ എടുത്തുതരാം പറഞ്ഞുകൊണ്ട് അവളെ സെറ്റിലിരുത്തി ബൗൾ കയ്യിലേക്കെടുത്ത് ഒരു സ്പൂണ് കോരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അമ്മേ, ഞാനിപ്പോൾ കുറച്ചു മുമ്പല്ലേ കഴിച്ച്, അല്പം കൂടി കഴിയട്ടെ, ഇല്ലെങ്കിൽ വൊമിറ്റ് പോലെ തോന്നും. കഴിക്കണം, കഴിക്കാതിരിക്കരുത് കേട്ടോ. ഇല്ലമ്മ, കഴിക്കാം. എന്നാതെ ഇവിടെ അടച്ചു വെക്കാം, ഞാൻ വന്ന് നോക്കും. ഞാൻ കഴിച്ചോളാം അമ്മേ. ഒന്ന് മൂളിക്കൊണ്ട് സരസ്വതി പുറത്തേക്ക് പോയി. ഇതെല്ലാം പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു മാലിനി. മുറിയിൽ നിന്ന് അവളുടെ അലർച്ച കേൾക്കാൻ കാതോർത്ത് നിന്നു. അല്പനേരം കയ്യിലുണ്ടായിരുന്ന ഒരു മാഗസിൻ വായിച്ചിരുന്നു നിധി. അത് കഴിഞ്ഞതും ഫോണെടുത്ത് ഫ്രണ്ട്സിനെ വിളിക്കാൻ കരുതി എണീറ്റപ്പോഴാണ് സരസ്വതി കൊണ്ടുവച്ച സാലഡ് ശ്രദ്ധിച്ചത്. ഇനി ഇതും കണ്ടുവന്നാൽ ഇരുന്നിരിപ്പിൽ തന്നെ കഴിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും. അതോർത്തുകൊണ്ട് തന്നെ അതെടുത്ത് കഴിക്കാനായി സെറ്റിയിലേക്ക് ഇരുന്നു. ഒരു മുഷിപ്പോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മാലിനി. ഏറെ നേരം നോക്കി നിന്നിട്ടും പ്രത്യേകിച്ചൊന്നും കാണാത്തതുകൊണ്ട് മുറിയിൽ വന്നിരുന്നതാണ്. നിധിയുടെ മുറിയിൽ നിന്ന് അവിടെ അലർച്ച കേട്ടതും താൻ ആഗ്രഹിച്ച കേട്ട പോലെ ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് സങ്കടഭാവത്തോടെ അങ്ങോട്ടോടി മാലിനി. സരസ്വതിക്കും മറ്റുള്ളവർക്കും മുമ്പേ ആ മുറിയിൽ ആദ്യം ഓടിയെത്തിയത് മാലിനിയായിരുന്നു.
ഉള്ളിൽ തുള്ളിച്ചാടാൻ മാത്രമുണ്ടായിരുന്ന സന്തോഷത്തോടെ മുറിയിലേക്ക് നോക്കിയ മാലിനി കാണുന്നു കാലിൽ ചില്ലി തറഞ്ഞ് രക്തം വാർന്നിരിക്കുന്ന സൗഗന്ധിയാണ്. തന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിധി അവളെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പച്ചി നോക്കിക്കാൻ വന്ന് പിടിക്ക അപ്പച്ചി. നിധി ഉറക്കെ പറയുമ്പോഴാണ് മാലിനിക്ക് ഒരു നിമിഷം സ്വബോധം വന്ന് അയ്യോ മോളെ, എന്റെ മോള് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പിടിച്ചെണീപ്പിച്ച് അടുത്തുള്ള സെറ്റിയിലേക്ക് ഇരുത്തി. അയ്യോ മോളെ, നീ എന്ത് ചെയ്തിട്ട് എന്റെ മോളെ? അപ്പച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല, കള്ളം പറയുന്നോടി. അപ്പോഴേക്കും അങ്ങോട്ട് ബാക്കിയുള്ളവരും ബഹളം കേട്ട് എത്തിയിരുന്നു. മോളെ നിധി വേവലാതിയോടെ വിളിച്ച് മുറിയിലേക്ക് നോക്കി അരുന്ധതിയും സരസ്വതിയും കാണുന്നു കാലു പിടിച്ച് കരയുന്ന സൗഗന്ധിയാണ്. എന്താ പറ്റിയ മാലിനി? എന്താ പറ്റിയെന്നോ നിന്റെ പുന്നാര മരുമകളോട് തന്നെ ചോദിക്കും സരസ്വതി. സരസ്വതി സംശയഭാവത്തോടെ നിധിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ? അയ്യോ, ഇങ്ങനെയാണ് സരസ്വതി ചോദിക്കേണ്ടേ? നീ പറയടി അങ്ങോട്ട്, എന്റെ കുഞ്ഞിനെ നീ എന്ത് ചെയ്തടി? അമ്മേ മുത്തശ്ശി, ഞാനൊന്നും ചെയ്തില്ല. അമ്മ കൊണ്ടുവന്ന സാരയെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാ പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിത്തെറിപ്പിച്ച് നിലത്തേക്ക് വീണ ബോൾ പൊട്ടിച്ചിതറി. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചതിന് നീ അങ്ങനെ കഴിക്കേണ്ടെന്ന് പറയാൻ പൂച്ചിച്ച് തിരികെ നടക്കാൻ ഒരുങ്ങിയതാ. അപ്പൊ പൊട്ടിയ ചില്ല് കാലിൽ തറഞ്ഞ അമ്മേ. കള്ളം, പച്ച കള്ളം, എന്റെ മോളങ്ങനെ ചെയ്യില്ല, എല്ലാം നീ മനഃപൂർവ്വം ചെയ്താവും. പറഞ്ഞു തീരും മുമ്പേ മാലിനിയുടെ കവിളിൽ അരുന്ധതിയുടെ കൈകൾ പതിഞ്ഞു. വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗത്തോടെ മാലിനി അരുന്ധതിയെ നോക്കി. അമ്മേ, വിളിച്ചു പോരുന്നു നീ എന്നെ. എന്താ നീ കരുതിയത്? നീ ചെയ്യുന്നതെല്ലാം കണ്ണടച്ച് കണ്ടിരിക്കുന്നോ? ഇത് നിന്റെ മകൾക്ക് തരാൻ ആദ്യം കരുതിയത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവളെ നല്ലത് പറഞ്ഞ് വളർത്തുന്നതിന് പകരം ഇതുപോലെ ആക്കിയ നീയല്ലേ? അപ്പൊ കിട്ടേണ്ടത് നിനക്കാ മാലിനി. ദേ ഈ നിൽക്കുന്നവള് ഒരു ഗർഭിണിയാണെന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം തട്ടിത്തെറിപ്പിക്കാൻ എങ്ങനെ തോന്നി ഇവൾക്ക്? അരുന്ധതിയുടെ വാക്കുകളും എല്ലാവർക്കും മുമ്പിൽ അടിവാങ്ങേണ്ടി വന്നോർത്ത് മാലിനിക്ക് താൻ സ്വയം ഇല്ലാതെയാവും പോലെ തോന്നി. ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ അപമാനം തനിക്കിനി കിട്ടാനില്ലെന്ന് തോന്നി മാലിനിക്ക്. ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നീ പോവാൻ നോക്കിയതും ഒന്ന് നിന്നെ പുറകിൽ നിന്ന് അരുന്ധതിയുടെ വിളിയേട്ട് കവിളിൽ കൈവച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി മാലിനി. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാം. ഇനി ഒരിക്കൽ കൂടി ഇവൾക്കെതിരെ നീയോ നിന്റെ മകളോ എന്തെങ്കിലും ചെയ്താ മകൻ പോയ വഴിയെ തന്നെ നിനക്ക് ഇവൾക്ക് ഇവിടുന്ന് പടിയിറങ്ങാം. അരുന്ധതി പറയുന്ന ഓരോ വാക്കും മാലിനിയുടെ കാതുകളിൽ തറഞ്ഞു കയറി. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ ഉൾക്കൊള്ളാനാവാതെ നോക്കിപ്പോയി മാലിനി. അരുന്ധതി സൗഗന്ധിയുടെ അടുത്തേക്ക് ചെന്നു. നീ ചെയ്തതിനുള്ള ശിക്ഷ നിനക്ക് ദയവായിട്ട് തന്നെ നൽകിയത്. ഇതിൽ തൃപ്തി കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നീ പഠിക്കത്തുമില്ല. സരസ്വതി, നീ നിധിമോളെ നിന്റെ മുറിയിലേക്ക് കൊണ്ടുപോ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ. അത്രയും പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോയതും നിധി സൗഗന്ധിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കാലിലെ മുറിവ് ഒരു ടവൽ കൊണ്ട് കെട്ടിക്കൊടുത്തു. ശ്രീറാം, വരുണി, നിങ്ങൾ സൗഗന്ധി ചേച്ചി മുറി കൊണ്ടാക്ക്. അച്ഛനോട് പറഞ്ഞ് ചേച്ചി ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ. കാല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. നീ ചേച്ചിയല്ലേ? അവർ മറുപടി നൽകിയതും നിധി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. നീ വാ, നിനക്ക് ഞാൻ വേറെ ഉണ്ടായിക്കൊണ്ടുവരാം. വേണ്ടമ്മേ, എനിക്കിപ്പോൾ വിശപ്പില്ല. അത് പറഞ്ഞാൽ എങ്ങനെയാ? ഇല്ലമ്മേ വേണ്ട. എന്നാ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് വരാം. പറഞ്ഞുകൊണ്ട് ആള് തന്നെ മുറിയിലേക്ക് ഇരുത്തി സരസ്വതി താഴേക്ക് ചെന്നു. അവരെല്ലാവരും കൂടെ സൗഗന്ധിയെ താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു. കാലിലെ ബ്ലഡെല്ലാം തുടച്ചു നീക്കി ചെറിയച്ഛനെ വിളിച്ച് സൗഗന്ധിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. സരസ്വതിയുടെ മുറിയിലിരിക്കുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നിധി. ഈ വീട്ടിൽ വന്നിട്ട് ആ മുറി ഇതുവരെ കയറി കണ്ടിട്ടില്ല. കാരണം കയറണമെന്ന് കരുതുമ്പോഴെല്ലാം അച്ഛനും ഉണ്ടാവാറുണ്ട്. പതിയെ ചുമരിലെ ഓരോ ചിത്രങ്ങളിലേക്കും പെയിന്റിങ്ങിലേക്കും ഒക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ചുമരിൽ കാണുന്നത്. കണ്ടാൽ നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖം, പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ സ്ത്രീ രൂപത്തിലേക്കൊന്ന് നോക്കിയവൾ. മോളെ, ദാ ഇത് കുടിക്ക് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് സരസ്വതി അങ്ങോട്ട് വന്ന്. അമ്മേ, ഇതാരാ? ഈ വീട്ടിലുള്ളതാണോ? ഈ വീട്ടിലുള്ളതല്ല, എന്നാ എൻ്റെ വീട്ടിലുള്ളതാ. അമ്മയുടെ വീട്ടിലോ? അതെ, എൻ്റെ ചേച്ചിയാ. ഒരു നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞു സരസ്വതി. ആഹാ, എന്നിട്ട് ഇവരിങ്ങോട്ടൊന്നും വന്നില്ലല്ലോ ഇതുവരെ? അത് വരില്ല മോളെ, വരാൻ പറ്റാത്ത ദൂരത്താവളിപ്പോ. അമ്മേ, നിറഞ്ഞ മിഴികളോടെ പറഞ്ഞു സരസ്വതി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ്, അതിൽ ചേച്ചി. ബാക്കി പറയാതെ വിതുമ്പി സരസ്വതി. അയ്യോ അമ്മേ, സോറി, ഞാൻ അറിയാതെ, ഞാൻ കാരണം അമ്മയ്ക്ക് വിഷമമായില്ലേ? സോറി അമ്മേ. ഏയ്, അതൊന്നുമില്ല മോളെ, ഈ വിഷമം ചേച്ചി പോയ അന്ന് തൊട്ടേ ഉള്ളതാ. ശരിക്കും എനിക്ക് ചേച്ചിയല്ല, അമ്മയെ പോലെയായിരുന്നു ചേച്ചി. അപ്പം ആ ഓർമ്മകൾക്ക് വേദന കൂടുതലായിരിക്കില്ലേ മോളെ? സോറി അമ്മേ. ഏയ്, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ദാ ഇത് കുടിച്ച്. വിഷമിച്ചിരുന്നാലേ ഉള്ളിൽ കിടന്ന ഒരാൾ അതിൻ്റെ അച്ഛൻ വരുമ്പോൾ പരാതി പറയും, എൻ്റെ അമ്മ ഒന്നും കഴിക്കാൻ തന്നില്ലെന്ന്. ഒരു തമാശ പോലെ പറയുന്ന സരസ്വതിയെ നോക്കി നാണത്തോടെ പുഞ്ചിരിച്ചു അവൾ. കണ്ണുകളിൽ പകയുടെ രക്തം ഇരച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു മാലിനി. എങ്ങനെയൊക്കെയോ കൊക്കിച്ചാടി സൗഗന്ധി മാലിനിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും വന്നില്ലല്ലോ അമ്മേ, എന്ത് കഷ്ട അമ്മേ. ശകാരം പോലെ പറഞ്ഞ് വീണ്ടും പുറകിൽ ചെന്ന് വിളിച്ച് സൗഗന്ധി. മുഖമടക്കി കിട്ടിയ അടിയിൽ സൗഗന്ധി നിലത്തേക്ക് വീണു. അമ്മേ, കവളിൽ കൈ പൊതിഞ്ഞ് പിടിച്ചു വിളിച്ചു അവൾ. മീണ്ടി പോരുത്. എന്താ അമ്മേ, നിങ്ങൾക്ക് ഭ്രാന്തായോ? അതേടി, എനിക്ക് ഭ്രാന്താ.
എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാനല്ലേടി നീ നോക്കിയത്? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താണെന്നോ അവൾ കഴിക്കുന്ന സാലഡിന് ഞാൻ അവിടെ കുഞ്ഞിലാക്കാൻ മരുന്ന് ചേർത്ത് മനസ്സിലാക്കി നീ മനഃപൂർവ്വം തട്ടിക്കളഞ്ഞല്ലേടി. മാലിനി പറയുന്ന കേട്ട് സൗഗന്ധിയുടെ കണ്ണുകൾ വിടർന്നു. എന്താ പറഞ്ഞ്? എന്റെ അമ്മയെ അമ്മാതിൽ ചേർത്തതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അവള് മുറിയിൽ നിന്ന് അശോകിന്റെ ഫോട്ടോ നോക്കി കഴിക്കാൻ ദേഷ്യം തോന്നിട്ടാ ഞാനത് തട്ടിത്തെറിപ്പിച്ച്. പിന്നെ ഇപ്പൊ അത് ചെയ്ത് നന്നായും തോന്നി എനിക്ക്. ഡീ എന്തു പറഞ്ഞു നീ? നന്നായെന്നോ? അപ്പൊ നിനക്ക് എന്നെക്കാൾ വലുതാവണ്ടേ അവള്? ഒരിക്കലും അല്ല അമ്മേ. അവള് ഞാൻ അധികം വായിക്കില്ലേ വീട്ടില്. പക്ഷേ അമ്മ ഇപ്പൊ ചെയ്ത പ്രവൃത്തിയിൽ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇന്ന് അമ്മയെ ജയിലിലാക്കാനും മുത്തശ്ശിയോ എന്തിന് അമ്മയുടെ ഏട്ടൻ പോലും മടിക്കില്ല. കാരണം അവളുടെ വയറ്റിൽ വളരുന്ന അശോകിന്റെ കുഞ്ഞാ, അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ അടി ഞാൻ അതിനെ നശിപ്പിക്കുന്നു. ഈ കൈലാസത്തിന്റെ അവകാശിയായ ആ കുഞ്ഞല്ല, നിനക്കും അശോകിനുണ്ടാവുന്ന കുഞ്ഞ് വേണം വരാൻ. അതിനുവേണ്ടി ഞാൻ ഒരിക്കലല്ല നീ നശിപ്പിച്ചില്ലേ. നാളത്തെ ചെക്കപ്പ് കഴിഞ്ഞ് അവൾ ഇവിടുന്ന് പോവും. അമ്മയും സരസ്വതിയും പറയുന്ന വെച്ചതേ അവൾ തിരികെ വരുമ്പോൾ അശോകൻ തിരിച്ചെത്തും. പിന്നീട് ഒരിക്കലും ആ കുഞ്ഞിനെ അവളെ അവനിൽ നിന്ന് അകറ്റാമെന്ന് കരുതുന്നുണ്ടോ നീ? അമ്മ ഈ സൗഗന്ധികയെ കുറിച്ച് എന്ത് കരുതി? അശോക് തിരികെ വന്ന് അവന്റെ നിധിയെ കിട്ടിയ സന്തോഷത്തോടെ കഴിഞ്ഞേക്കാന്നോ? അതിനെ നശിപ്പിക്കാൻ ഈ സൗഗന്ധിക്ക് വെറും നിമിഷങ്ങൾ മതി. കാത്തിരിക്കാം ഈ കഥയുടെ രസകരമായ ബാക്കി ഭാഗങ്ങൾക്കായി നാളെ ഇതേ സമയം.